ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവ ഞായറിന്റെ ഓശാന ഞായർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം അറിയപ്പെടുക. സുവിശേഷത്തില് മത്തായിയുടെ സുവിശേഷം 26 28 അധ്യായം മൊത്തം അങ്ങ് വായിക്കുകയാണ് സുവിശേഷം. അതേസമയം ഓശാന പ്രദക്ഷിണം ഉണ്ടെങ്കിൽ 21 അധ്യായം 1 മുതൽ 11 വരെയും. അപ്പൊ ഞാൻ ആ 1 അധ്യായം 21 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ 2 വചനങ്ങൾ മാത്രം ഇന്ന് വ്യാഖ്യാനിക്കുകയാണ്. അവൻ യെറൂസലേമിനെ സമീപിക്കവേ ഒലിവുമലക്കരികെയുള്ള ബെത്ഫഗയിലെ എത്തിയപ്പോൾ തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: നിങ്ങൾ എതിരെ കണ്ട ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതിയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. നിങ്ങളുടെ ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. തൽക്ഷണം അവർ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി അരുളി ചെയ്ത് നിവൃത്തിയാകാൻ ഇത് സംഭവിച്ചു. സിയോൻ പുത്രിയോട് പറയുക, ഇത് നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും സവാരിമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതിയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ മിക്കവരും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ വിതറി. മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു: ദാവീദിന്റെ പുത്രൻ ഹോസാന, കർത്താവ് നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോസാന. അവൻ യെറൂസലേമിലേക്ക് കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകിവശായി. ഇവൻ ആര് എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതിയെയും അതിന്റെ അടുത്ത് അതിന്റെ കുട്ടിയെയും കാണും. അതാണ് ഒന്ന്. പിന്നെ അവർ കഴുതിയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കഴുതയുടെ കുട്ടി, പുതുമ നശിക്കാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത്, അതായത് ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് അതിന്റെ അമ്മയായ പെൺകഴുതയുടെ സാന്നിധ്യത്തില് മിശിഹ രാജാവ് എഴുന്നള്ളുന്നു. സക്കറിയാസിന്റെ പ്രവചനത്തിലെ 9:9 പൂർത്തിയാവുകയാണ് ഇവിടെ. ദാവീദിന്റെ കാലത്ത് കഴുത രാജത്വത്തിന്റെ പ്രതീകമായിരുന്നു. ഈ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് സമാധാനത്തിന്റെ പുതിയ രാജാവ് കഴുതപ്പുറത്ത് ആരൂഢനായി വിശുദ്ധ നഗരിയിൽ പ്രവേശിക്കുന്നതായി സക്കറിയ പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ സക്കറിയ പ്രവാചകന്റെ കാലത്തും അതിലുപരി യേശുവിന്റെ കാലത്തും കുതിരയായിരുന്നു അധികാരത്തിന് വീര്യം നിറഞ്ഞ ബലവാന്മാരുടെ ശക്തിയുടെ അടയാളം. കഴുതയോ ദരിദ്രരുടെ മൃഗമായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ കർത്താവ് ദരിദ്രരുടെ മൃഗമായ കഴുതയെ ഉപയോഗിക്കുകയാണ്. ഈ ദാവീദിന്റെ കാലത്ത് കഴുത തന്നെയാണ് രാജാവ് സഞ്ചരിച്ചിരുന്ന മൃഗം. പക്ഷെ അത് പിന്നെ മാറിപ്പോയി, പിന്നെ കുതിരപ്പുറത്തായി. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നു? ദാവീദിന്റെ അതേ പാരമ്പര്യം പിന്തുടരുന്നു. മാത്രമല്ല, കർത്താവിന്റെ കാലത്ത് ഈ ദരിദ്രരുടെ മൃഗമാണ്, സഞ്ചാര മൃഗമാണ്, സഞ്ചരിക്കാനുള്ള വാഹനമാണ് കഴുത. കർത്താവ് അത് സ്വീകരിക്കുന്നു. ഗ്രീക്കില് ഓനോൻ എന്നതിന് കഴുത എന്നും പൊളോൻ എന്നതിന് കഴുതക്കുട്ടി എന്നർത്ഥം. ഓനോൻ കഴുത, പൊളോൻ കഴുതക്കുട്ടി. സമൂഹത്തിലെ പല തട്ടുകളിലുള്ളവർ സഞ്ചരിക്കാനായി കഴുതയെ ഉപയോഗിച്ചിരുന്നതിനാൽ കഴുത എന്ന അർത്ഥത്തിൽ നിരവധി വാക്കുകളുണ്ട് ഹീബ്രുവിലൊക്കെ. ഹീബ്രുവില് ഹാമോർ എന്ന് പറഞ്ഞാൽ ആൺകഴുത, ആത്തോൻ എന്ന് പറഞ്ഞാൽ പെൺകഴുത, ആയീർ എന്ന് പറഞ്ഞാൽ സവാരി മൃഗമായ ആൺകഴുത, കാട്ടുകഴുതയുടെ കുട്ടി. ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഹാമോർ, അത്തോൻ, ആയീർ, പിന്നെ ഗ്രീക്കിലാണെങ്കിൽ ഓനോൻ, പൊളോൻ. മത്തായി എഴുതിയിരിക്കുന്ന സക്കറിയായുടെ പ്രവചനത്തില് ആൺകഴുതയുടെ ഹാമോറിന്റെ പുറത്ത് കാട്ടുകഴുതയുടെ ആയീർ കുട്ടിയുടെ പുറത്ത് ഇരുന്ന് രാജാവ് എഴുന്നള്ളുന്നതാണ്. അതിന്റെ സെപ്തിയന്റെ പരിഭാഷയിലാണ് കഴുതയും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതയുമായത്. ഈ കഴുത ഹിപ്പോസിഗിയോൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, കഴുതയായി. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ മത്തായി ഇതൊക്കെ ഇങ്ങനെ ഈ വാക്കുകൾക്ക് ഉപയോഗിച്ച് എഴുതുമ്പോൾ ഇതിലൂടെ ഒരു ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ്? അവൻ കയറിയിരുന്നു, അവൻ അവയുടെ മേൽ കയറിയിരുന്നു എന്നാണ് ധ്വനി. അവയുടെ മേൽ. ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർ ഇതിനെ കളിയാക്കിയൊക്കെ അവതരിപ്പിക്കാറുണ്ട്. കഴുതയും കഴുതക്കുട്ടിയും തുണി വിരിച്ചു, അവയുടെ മേൽ കയറിയിരുന്നു. ഏതിന്റെ മേല്? നടുക്ക്, തുണിയില്. അപ്പൊ 2 കഴുതകളും പോയി, കർത്താവ് നിലത്ത് വീണ് പോയി എന്നൊക്കെ ഞങ്ങളുടെ പ്രൊഫസർ കളിയാക്കി പറയാറുണ്ട്. അത് ദൈവശാസ്ത്രം അറിയാത്തത് കൊണ്ടും ചരിത്രത്തിൽ സംഭവിച്ച കാര്യം അറിയാത്തത് കൊണ്ടും പറയുന്നതാ. ഈ ചില പ്രൊഫസർമാർക്ക് വിചാരമുണ്ടല്ലോ, ബൈബിൾ എഴുതിയവരെക്കാൾ ബുദ്ധി ഞങ്ങൾക്കുണ്ട്, ബൈബിൾ എഴുതിയവർക്ക് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് തെറ്റില്ല. പല വേദശാസ്ത്രികൾ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ അതൊന്നും അല്ല എൻ്റെ അർത്ഥം.
വളരെ മനോഹരമായ ദൈവശാസ്ത്രമാണ് മത്തായി ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിനെന്താ ഈ അവയുടെ മേൽ കയറിയിരുന്നെന്ന് പറഞ്ഞാൽ അവർ വിരിച്ച വസ്ത്രങ്ങളുടെ മേൽ, അത് ബഹുവചനമാണ്, അവർ വിരിച്ച വസ്ത്രങ്ങളുടെ മേൽ, അതാണ് ഒരർത്ഥം. അല്ലെങ്കിൽ കുറച്ചു സമയം കഴുതപ്പുറത്തും പിന്നെ സവാരി മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും യേശു സഞ്ചരിച്ചു. അങ്ങനെ രണ്ട് മൃഗത്തിന് മേൽ കുറച്ചു നേരം ഇല്ലേ, ഒരു മൃഗത്തിന്റെ മേലും പിന്നെ അതിന്റെ കഴുതക്കുട്ടി സവാരി മൃഗത്തിന്റെ കുട്ടിയുടെ മേലും. ഒരു മൃഗത്തിന് മേൽ യാത്ര ചെയ്ത കാര്യമേ മർക്കോസും ലൂക്കാസൊക്കെ രേഖപ്പെടുത്തുന്നുള്ളൂ. മർക്കോസ് 11:1 ലൂക്കാസ് 19:35. രണ്ട് മൃഗങ്ങളും വ്യത്യസ്തമായ മൃഗങ്ങളാണെന്നും ഒന്ന് യഹൂദരെയും മറ്റത് പുറജാതിക്കാരെയും സൂചിപ്പിക്കുന്നുവെന്നുമാണ് മത്തായി ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രണ്ട് മൃഗത്തിന്റെ മേലെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഒരു മൃഗത്തിന്റെ കാര്യം ഒരു സുവിശേഷം അതേ നോക്കുന്നുള്ളൂ, മറ്റോ നോക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രം അതല്ല. അപ്പൊ ചരിത്രത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഓരോരുത്തർ എഴുതിയിരിക്കുന്നത്. ഒരു വൈരുദ്ധ്യം അവിടെ ഇല്ല. മർക്കോസും ലൂക്കാസും ഒരു മൃഗത്തിന്റെ മേൽ സഞ്ചരിച്ചത് എഴുതിയിട്ടുള്ളൂ. മത്തായി രണ്ട് മൃഗത്തിന്റെ മേൽ സഞ്ചരിച്ചത് എഴുതിയിരിക്കുന്നു. രണ്ട് മൃഗത്തിന്റെ മേൽ കർത്താവ് സഞ്ചരിച്ചെന്നർത്ഥം. എന്തിനാത്? ഒന്ന്, ഒരു മൃഗം യഹൂദരെയും മറ്റേ മൃഗം വിജാതിരെയും സൂചിപ്പിക്കുന്നു. ഇതേക്കുറിച്ച് വിശുദ്ധ ജെറോം പള്ളിപ്രസംഗങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ രചനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു തന്റെ കർത്തൃത്വത്തിന് കീഴിൽ കൊണ്ടുവരുന്ന ജനങ്ങളെയാണ് രണ്ട് മൃഗങ്ങൾ സൂചിപ്പിക്കുന്നത്. ദൈവവുമായി ഉറപ്പിച്ച ശാശ്വത ഉടമ്പടിയുടെ ജനമായ ഇസ്രായേലിനെ കഴുത സൂചിപ്പിക്കുന്നു. സവാരി മൃഗത്തിന്റെ കുട്ടിയാകട്ടെ വിജാതിരെയും. അവർക്ക് ദൈവവും അവന്റെ നിയമവുമായി അത്ര പരിചയമില്ലല്ലോ, അവയുടെ മേൽ ആരും കയറിയിട്ടില്ല. ഇരു കൂട്ടരെയും യേശു തന്റെ രണ്ട് സ്ലീഹന്മാരയച്ച് തന്റെ അരികിലെത്തിക്കുന്നു. എന്നിട്ട് ഇരുകൂട്ടരെയും സ്വർഗീയ ജെറൂസലമിന്റെ സഭയിലേക്ക് യേശു ആനയിക്കുന്നു. വിശുദ്ധ ജെറോമിന്റെ വ്യാഖ്യാന എത്ര ഗംഭീരം നോക്കിയാൻ. അതായത് തന്റെ രാജ്യത്വം അല്ലെങ്കിൽ കർത്തൃത്വത്തിന് കീഴിൽ യേശു രണ്ട് ജനങ്ങളെ കൊണ്ടുവരികയാണ്. അതാണ് രണ്ട് മൃഗങ്ങൾ. ദൈവവുമായി ശാശ്വതമായി ഉടമ്പടി ഉറപ്പിച്ച ഇസ്രായേലിനെ കഴുത സൂചിപ്പിക്കുന്നു. സവാരി മൃഗത്തിന്റെ കുട്ടിയാകട്ടെ വിജാതിയരെ. അവർക്ക് ദൈവവും അവന്റെ മോശയുടെ ന്യായപ്രമാണവും മറ്റത്ര പരിചയമില്ലാത്തതിനാൽ അവയുടെ മേൽ ആരും കയറിയിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നു. ഇരുകൂട്ടരെയും യഹൂദരെയും വിജാതിയരെയും യേശു തന്റെ രണ്ട് സ്ലീഹന്മാരെ അയച്ച് തന്റെ അരികിൽ എത്തിക്കുന്നു. എന്നിട്ട് ഇരുകൂട്ടരെയും സ്വർഗീയ ജെറൂസലമിന്റെ സഭയിലേക്ക് യേശു ആനയിക്കുന്നു. ആ സഭയിൽ അവരെ ഒരു ജനതയാക്കുന്നു, ഒരു ജനമാക്കുന്നു. കർത്താവ് ചെയ്ത ഒരു സംഭവം, അത് ചരിത്രം. ആ ചരിത്രത്തിന് ചില അർത്ഥം സൂചനകൾ വെച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. കർത്താവ് തന്നെയല്ലല്ലോ. അപ്പൊ നമ്മള് ചെങ്കോട്ടയില് മോദി പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രത്യേക തരത്തിൽ തൊപ്പി, പ്രത്യേക കളറ്, അതിനെല്ലാം പ്രത്യേക അർത്ഥമുണ്ടെന്ന് പറയണം. ശരിയല്ലേ? അതുപോലെ ഓരോരുത്തരും പ്രത്യക്ഷപ്പെടുമ്പോൾ, ഇപ്പം മാർപ്പാപ്പ പ്രത്യക്ഷപ്പെടുമ്പോൾ ചില വസ്ത്രങ്ങൾക്ക് ചില സൂചനയുണ്ട്. ലോകത്തിലെ വലിയ മനുഷ്യർ പ്രത്യക്ഷപ്പെടുമ്പോഴും അങ്ങനെ ചില സൂചനകളുണ്ട്. അപ്പൊ ഈ കർത്താവ് എന്തുകൊണ്ടാണ് രണ്ട് മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്തത്? കുറച്ചു നേരം കഴുതയുടെ പുറത്തും കുറച്ചു സമയം സവാരി മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും. അതിന് ഒരു ദൈവശാസ്ത്രമുണ്ട്. ദൈവം ഒരു സന്ദേശം അതിൽ നൽകുന്നുണ്ട്. ആ സന്ദേശമാണ് വിശുദ്ധ ജെറോം നമുക്ക് പങ്കുവെച്ച് തരുന്നത്. അതുകൊണ്ട് ഈ മത്തായിക്ക് തെറ്റുപറ്റിയെന്നൊന്നും ആരും പഠിപ്പിക്കരുത്. അവയുടെ മേൽ ഇരുന്നെന്ന് പറയുന്നത് എന്താണ്? രണ്ട് മൃഗങ്ങളുടെ നടുക്കിരുന്നു കർത്താവ് വീണുപോയി എന്നൊന്നും വ്യാഖ്യാനിക്കരുത്. അത് ഈ വേദശാസ്ത്രികളുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നു. കർത്താവ് വന്നത് വിനയത്തിന്റെ മാതൃകയായ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്താണ്. കർത്താവിന് അതിലൊരു സന്ദേശം നൽകാനുണ്ട്. സ്വജാതിയരും വിജാതിയരും സ്വർഗീയ ജെറൂസലേമിലേക്ക് പോകണം. സീറോ മലബാർ സഭയിൽ പള്ളി പണിയുമ്പോൾ മോണ്ടളം എന്ന് പറഞ്ഞിട്ട് മുഖമണ്ഡപം എന്നൊരു സ്ഥലം പണിയുമായിരുന്നു പണ്ട്. അത് മാമോയിസ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ്. വചന ശുശ്രൂഷ കഴിഞ്ഞാൽ ഇവർ പുറത്തുപോയി നിൽക്കണം. അനാഫറയിൽ വിശ്വാസികൾക്ക് മാത്രമേ പറ്റൂ മാമോയിസ സ്വീകരിച്ച വിശ്വാസികൾക്ക്. മറ്റവർക്ക് മാമോയിസ സ്വീകരിച്ചു കഴിഞ്ഞ് അകത്തേക്ക് വരാം. അത് വചനപ്രഘോഷം കഴിഞ്ഞാൽ അവര് അവിടെ പോയി നിൽക്കണം. അവരും കർത്താവിലേക്ക് വരാനുള്ളവരാണ്. 1928 SNDP യോഗത്തിന്റെ തീരുമാനമായിരുന്നു സീറോ മലബാർ സഭയിൽ ചേരാൻ. അന്ന് നമ്മൾ ചേർത്തില്ല പല കാരണങ്ങൾ കൊണ്ട്, ഇല്ലേ? കാരണം അവർക്ക് അമ്പലങ്ങളിൽ പോകാൻ അനുവാദമില്ല. നമുക്ക് അവരുമ്പോൾ പള്ളികളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഈ മുഖമണ്ഡപം മോണ്ടളം. ഇന്ന് നമ്മൾ വിജാതിരൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരുടെ സുവിശേഷം പ്രഘോഷിക്കാൻ പോലും പോകാൻ പറ്റില്ല. സുവിശേഷം പ്രഘോഷിക്കാൻ പോയാൽ ഉടനെ തന്നെ അതിന് വേറെ വ്യാഖ്യാനങ്ങളാണ്. നമ്മുടെ സമുദായം ആകെ മാറിപ്പോയിരിക്കുന്നു. നമുക്ക് സ്വജാതിരെയും വിജാതിരെയും ദൈവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആ വിശാലമായ പ്രേഷിതത്വം ഏറ്റെടുക്കാൻ ഈ ഓശാന ഞായർ നമ്മൾ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.